ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സ്കൂവാമ എന്നൊരു മുത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നല്ല സൂപ്പർ സാധനം, നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സാധനം. ഓക്കെ, ഈ മുത്ത് ഭയങ്കര സംഭവം കേട്ടാ. ഇതാണ് നമ്മുടെ മുത്ത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് റോക്കറ്റ് കഴിക്കുന്നത്? റോക്കറ്റ് ഒന്നും അല്ല കേട്ടാ, റോക്കറ്റ് ഒന്നും അല്ല. ഇതെന്താ സാധനം വെച്ചാ സ്കൂബ ഡൈവേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് നമ്മൾ കൂടുതൽ ആയാസം നിർക്കണ്ട. ഈ മെഷീൻ, ഈ സ്കൂട്ടർ, സ്കൂട്ടർ എന്നൊക്കെ പറയും നമ്മൾ, മനസ്സിലായില്ലേ? അണ്ടർ വാട്ടർ സ്കൂട്ടർ എന്നൊക്കെ പറയും. അതൊന്ന് പരിചയപ്പെടുത്തുക എങ്ങനെയാണ് നമുക്ക്. അപ്പൊ ഇതില് നാല് ലോക്ക് ഉണ്ട്. ഈ ലോക്കിനെ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോക്കിനെ ഇങ്ങനെ ഊരുന്നു. ഇതിന്റെ മുകളിൽ ഇതിലൊരു ബാറ്ററി ഉണ്ട്. ഓക്കെ, ഇതിലൊരു ബാറ്ററി, ചെറിയൊരു ബാറ്ററി ഉണ്ട്, കണ്ടില്ലേ? നല്ല ലിഥിയം ബാറ്ററിയാണ്, കുറെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ബാറ്ററിയാണ്. ഇതിനങ്ങോട്ട് ഇതിലോട്ട് എടുക്കുക, വെച്ചിട്ട് ഈ കേബിളിനെ ഇതിലോട്ട് കണക്ട് ചെയ്യുക. സിമ്പിൾ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. എന്നിട്ട് അതേപോലെ ഈ വെട്ട് കറക്റ്റ് ആക്കിയിട്ട് ഇതിലോട്ട് വെക്കുക. ഇതിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തതിനു ശേഷം ഇവനെ അങ്ങ് ലോക്ക് ചെയ്യുക. ഓക്കെ, ഇവനെ നമ്മളങ്ങ് ലോക്ക് ചെയ്യും. ലോക്ക് നല്ലോണം ലോക്ക് ചെയ്യണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടുന്ന ഈ വെള്ളം ഇതിനകത്ത് കയറി ബാറ്ററി ഡാമേജ് ആവും, പിന്നെ നമ്മൾ ബാറ്ററി വാങ്ങേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന്റെ ആവശ്യമില്ല, നല്ലോണം ലോക്ക് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു വെയിറ്റാ. ഇതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ അടിയിൽ പോകാൻ പിന്നെ ബോയൻസി കൺട്രോൾ എന്നൊക്കെ പറയും നമ്മൾ. ബോയൻസി കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാ. അപ്പൊ ഇതിലോട്ട് ഇങ്ങനെ ഇത് സെൻട്രൽ വീണ് ലോക്ക് ആവും. അപ്പൊ ഇത് ലോക്ക് ഇങ്ങനെ വരാം. സെൻട്രൽ ഒരു വെട്ടുണ്ട്, ആ വെട്ടിൽ വീണ് ഇത് ലോക്ക് ആവും. ഓക്കെ, ഈ ലോക്കായി കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെ പ്രവർത്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഓൾറെഡി ഗ്രീൻ ലൈറ്റ് വന്ന്, ചാർജ് ഇല്ലെന്നുണ്ടെങ്കിൽ റെഡ് ലൈറ്റ് ആയി. അപ്പൊ ഇങ്ങനെ പിടിക്കും നമ്മളെ മുത്തിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതില് 2 ട്രിഗറാണ് കണ്ടില്ലേ, ഒന്ന് റൈറ്റ് ഒന്ന് ലെഫ്റ്റ്. അപ്പൊ ഇത് ഏത് വേണം നമുക്ക് പ്രസ് ചെയ്യാം. ഇത് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് അങ്ങോട്ട് പിടിക്കുക. പിടിച്ചിട്ട് ഇങ്ങനെ പോകണം. വെള്ളത്തിന്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പോകും. ഇങ്ങനെ സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ കറങ്ങി കാണാം, കംപ്ലീറ്റ് ഇങ്ങനെ കറങ്ങി കാണാം. സ്കൂബ ഡൈവേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് സുഖമായിട്ട് ഇങ്ങനെ സ്ഥലത്തും കാണാൻ പറ്റും. എന്നിട്ട് മേളിലോട്ട് കയറി വരുന്നത് ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ മേളിലോട്ട് കയറി വരും. താഴോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ പോവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ആൾക്കാർക്ക് എന്താ പറയുന്നത്, ഫുൾ സ്വിമ്മിങ് അറിയത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. കടലിലൊന്നും ഒരുപാടൊന്നും നമ്മൾ കളിക്കാറില്ല അല്ലേ, കാരണം ആഴം കൂടുതലാണ്, അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ജാക്കറ്റ് ഇടുക. ലൈഫ് ജാക്കറ്റ് ഇട്ടതിന് ശേഷം കൊണ്ടങ്ങ് പോവുക. നമ്മളെ മുത്തിനെ കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യണം, പിന്നീട് ഇതിൽ വെച്ചിട്ട് ഒരു മാസ്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ മേളിൽ നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് താത്തി പിടിച്ചാൽ വെള്ളത്തിനടിയിൽ ഇങ്ങനെ ഓടിച്ചു പോവാം. മാസ്ക് കൊണ്ട് ഇങ്ങനെ തല കുണിച്ച് കഴിഞ്ഞാൽ അടിയിൽ കാണുകയും ചെയ്യാൻ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഇത് വെള്ളത്തിൽ പോയി കിടക്കും. നമ്മൾ താഴ്ന്നു പോകുന്ന പേടിക്കൊന്നും വേണ്ട, വെള്ളത്തിൽ പോക്കി തന്നെ അടങ്ങുന്നത്. നമ്മൾ കൊണ്ടുപോയെങ്കിൽ മാത്രമേ അത് അടിയിലോട്ട് പോകത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ പോക്കി തന്നെ അടങ്ങും. അപ്പൊ അതുകൊണ്ട് നമുക്ക് താഴ്ന്നു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടാ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ലൈഫ് ജാക്കറ്റ് ഇട്ടൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ബീച്ചിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതാണ് ഇതിന്റെ ഉപയോഗം. അപ്പൊ നമുക്കിവിടെ ഒരു പൂളുണ്ട്, ആ പൂളിൽ കൊണ്ട് ട്രൈ ചെയ്യും. ഇപ്പൊ പുതിയതായിട്ട് വാങ്ങിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പൂളിൽ എങ്ങനെയാണ് അതിന്റെ പെർഫോമൻസ്, പൂളിൽ എങ്ങനെയാണെന്ന് നോക്കാം നമ്മളെ മുത്തിന്. അപ്പൊ നമ്മളെ മുത്തിനെ കൊണ്ട് നമുക്ക് പൂളിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. നമ്മൾ പൂളിലെത്തി. നമ്മളെ മുത്ത് കിടക്കുന്ന കിടത്താണ്ട കണ്ടില്ലേ, അങ്ങനെ കിടക്കും. നമ്മളിനി താത്തി വെച്ചാലും പൊങ്ങി വരും, കണ്ടില്ലേ? ഇങ്ങനെ പൊങ്ങി വരും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൻ സുഖമായിട്ട് അവിടെ കിടന്ന് കളിച്ചോളും. അപ്പം നമുക്കിനി വർക്ക് ചെയ്യിച്ചോട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, പൂളിനകത്ത് എങ്ങനെയാണ് അവൻ്റെ പെർഫോമൻസ് നോക്കാം. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. ഒരു മാസ്ക് കൊണ്ടുവന്നെങ്കിൽ അതൊക്കെ ഒരു ഷാലോ ഓവർ ഡൈവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാസ്കാണ്. അപ്പം ഞാൻ അടിയിലോട്ട് പോകണില്ല, താഴെ മാത്രമേ ഞാൻ മേളിൽ മാത്രം സർഫസിൽ മാത്രമേ കിടന്ന് കാണിക്കുള്ളൂ. ഓക്കെ, അടിയിൽ പോയാൽ അങ്ങ് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മാസ്ക് വെച്ച് എന്നിട്ട് നമ്മളെ മുത്തിനെ നമ്മളെടുത്ത് നമ്മളിടുകയാണ്. നമ്മളെ റോക്കറ്റ് കണക്കല്ലേ. ഓക്കെ,
അപ്പോൾ ഇതിനെ എന്താ ഇങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ പിടിക്കണ്ട കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട്? അടിപൊളി സാധനമല്ലേ? സൂപ്പർ സാധനം. അപ്പോൾ ഇവൻ ഒരെണ്ണത്തിന് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് അടിപൊളിയാക്കാം. നമുക്ക് ബീച്ചിൽ. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മളുടെ കടലിലെ മുത്ത്. യഥാർത്ഥത്തിൽ ഇത് സ്കൂബ ഡൈവേഴ്സ് വെള്ളത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് അവരിങ്ങനെ ഇതിങ്ങനെ ഓടിച്ച് പതുക്കെ ഇങ്ങനെ ചെറിയ സ്പീഡേ ഉള്ളൂ, പതുക്കെ ഓടിച്ച് പോയിട്ട് നല്ല നല്ല സീനുകളൊക്കെ ഷൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സാധനമാണ്. അപ്പം നമ്മളിത് എന്ത് ചെയ്യണം? നമ്മളെ കടലിൽ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഒരു ലൈഫ് ജാക്കറ്റ് വാങ്ങിക്കുക. സേഫ്റ്റി ഈസ് ഫസ്റ്റ്. അപ്പോൾ ലൈഫ് ജാക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലൊരു സ്നോർക്കിളും, ഇത് മാസ്ക്, ഇതുപോലൊരു മാസ്ക് സ്നോർക്കിളും വാങ്ങിച്ചിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ ഇതുവഴി നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റും. ശ്വാസം എടുത്തു കഴിഞ്ഞാൽ വെളിയിലുള്ള എയർ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് വായുകൂടെ കുമ്പള ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നാൽ മതി. മനസ്സിലായില്ല? അപ്പോൾ ഇതിൽ കൂടെ എയർ എടുക്കാം, വായുകൂടെ കുമ്പള വിട്ടുകൊണ്ടിരിക്കുക. ഈ മാസ്കിൽ കൂടെ നമുക്ക് സുഖമായിട്ട് കാഴ്ചകൾ കാണുകയും ചെയ്യാം. അപ്പോൾ ലൈഫ് ജാക്കറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മൾ താന്നു പോകത്തുമില്ല. അപ്പോൾ സുഖമായിട്ട് ഇങ്ങനെ ഓടിച്ച് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒക്ടോബർ മുതൽ ഒരു ജനുവരി ഫെബ്രുവരി വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് നമ്മുടെ നാട്ടിലുള്ള കടലിൽ നമുക്കിതിനെ അടിച്ചു പൊളിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കും ഒരാളെ നമ്മൾ ചൂസ് ചെയ്യും. അതിൽ നിന്ന് ഒരാൾക്ക് ഈ സാധനം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരും നമ്മൾ. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയി അടിപൊളിയായിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ കൊണ്ടുപോയി എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ കീപ് വാച്ചിങ് യുവർ വീഡിയോ. താങ്ക് യു സോ മച്ച്.